الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا اتقوا الله عباد الله ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സ്വഫിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. ആ പിറകിൽ നിൽക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സ്വഫിലേക്ക് കയറിയിരിക്കുന്നു. ആ കുട്ടികളൊക്കെ ഒന്ന് കയറിയിരുന്ന നന്നായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാ ഖുതുബയിലും തുടക്കത്തിൽ വിഷയം നമ്മൾ പറയലുണ്ട്. ശാരീരിക പ്രയാസങ്ങൾ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? സ്വഫ് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മുസ്ലിമീങ്ങളായ മുവഹിദുകളായ നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അഥവാ മുസ്ലിമിൻ്റെ ഒരു ദിവസം എപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്കൊരു ദിവസത്തെ നൽകുമ്പോൾ
ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരു പ്രഭാതം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെയാണ്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വിശാലമാണ്. പറഞ്ഞാലും തീരാത്ത അത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ രക്ഷിതാവ് നമ്മളെ. കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് കണക്കാക്കാൻ സാധ്യമാവുകയില്ല എന്നാണ്. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അത്രയേറെ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. വീട് അല്ലാഹ് നൽകിയ അനുഗ്രഹമാണ്. മക്കള് അല്ലാഹ് നൽകിയ അനുഗ്രഹമാണ്. നിനക്ക് സമ്പത്തുണ്ടോ? അല്ലാഹ് നൽകിയതാണ്. നിനക്ക് സൗന്ദര്യമുണ്ടോ? അല്ലാഹ് നൽകിയതാണ്. ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി കൊണ്ടുവേണം ഒരു വിശ്വാസി ഒരു പ്രഭാതത്തിലൂടെ പ്രദോഷം വരെ സഞ്ചരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഒരു വിശ്വാസി അവന്റെ ദിവസത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻക്കുണ്ടായിരിക്കേണ്ടുന്ന ബോധം, ഞാൻ ദുനിയാവിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധമാണ് ഉണ്ടായിരിക്കേണ്ടത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ഇവിടെ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവിടെയാണ് വിശ്വാസി അവന്റെ ഈമാനിനെ അവൻ അളക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊക്കെ മനപ്പാഠമുള്ള സൂറത്തുൽ മുൽക്കിലൂടെ പടച്ച റബ്ബ് പറയുകയാണ്, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് ആ രക്ഷിതാവ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ. അല്ലേ? അള്ളാന്റെ പരീക്ഷണം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. എന്നാൽ നമ്മുടെ മുൻഗാമികളായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് പോലും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ അവര് പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സ്വഹാബത്ത് പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എങ്ങനെയാണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ക്ലേശമുള്ളവനായിരിക്കെ, സങ്കടമുള്ളവനായിരിക്കെ, പ്രയാസമുള്ളവനായിരിക്കെയാണ് പടച്ച റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ മുഴുവനായും നിനക്ക് സൗഖ്യമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട. എന്നും നിനക്ക് ഹാപ്പിയായി നീ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട. ഏത് നിമിഷവും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഉണ്ടാകുമെന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിൽ അവൻ ഉൾക്കൊള്ളിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായ കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമാണ്. അത് റബ്ബിനോട് മാത്രമാണ്. അത് ബീബിമാരോടോ കോയമാരോടോ ജിന്നമ്മമാരോടോ ലോകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഫിത്നകളും ഉണ്ട്. അതിന്റെ പിന്നാലെയല്ല. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക.
ആ പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു ആയുധമാണ്. പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു ആയുധമാണ്. ഒരു പക്ഷേ നമ്മൾ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം നൽകിയേക്കാം. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുന്നില്ല എങ്കിലും നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിച്ചേക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നമുക്ക് നൽകിയേക്കാം. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖൈറാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പടച്ചോനെ തരുകയാണെങ്കിൽ നൽകിക്കോ, ഞാൻ സ്വീകരിക്കാം എന്നുള്ള മട്ടിലാണോ? അല്ല. ആത്മാർത്ഥതയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി, ഖുശൂവോട് കൂടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന വചനമാണ്. വഖാല റബ്ബുകും ഉദൂനി, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ഹിദായത്ത് നൽകിയ നമ്മുടെ റബ്ബ് നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നാൽ ചില ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അഹങ്കാരികളായി നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവര് വഴിയെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, ആ റബ്ബിനെ വിളിച്ചു തേടുന്ന, ആ റബ്ബിനോട് മാത്രം ദുആകളും അതിന്റെ ഇനങ്ങളും ചോദിക്കുന്ന ഒരു പ്രകൃതം, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായ മറ്റൊരു കാര്യമാണ് തവക്കുൽ ഉണ്ടാവുക. ആരെയാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവക്കുലാക്കുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നീ പരമേൽപ്പിക്കണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹനെ പരമേൽപ്പിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അള്ളാനെ പരമേൽപ്പിക്കുന്ന ആളുകളെ അള്ള ഇഷ്ടപ്പെടുന്നു. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ചുമയിൽ പങ്കെടുക്കാൻ വന്നപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു, പ്രിയപ്പെട്ടവരെ, അല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാനെ പരമേൽപ്പിച്ചിട്ട് നമ്മൾ പോന്നു. ഇനി എന്തിനു നമ്മൾ പേടിക്കണം? ഈ ഒരു പരമേൽപ്പിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും നമുക്കുണ്ടാകേണ്ടത്. എന്നാൽ എത്രയോ ആളുകൾ ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി കൊണ്ടുള്ള നഷ്ടം വരുമ്പോൾ തവക്കുല് മാറുകയാണ്. വളരെ കഠിനമായ രോഗം ജീവിതത്തിലേക്ക് പിടിപ്പെടുമ്പോ കൂട്ടുകാരോ അയൽവാസികളോ ആരൊക്കെയോ ഉപദേശിച്ചതിന്റെ പേരിൽ ഇനി ചികിത്സ കൊണ്ട് കാര്യമില്ല, ഇനി ഇന്ന തങ്ങളെടുത്ത് പോയിക്കോ, ഇന്ന ബീവിയുടെ അടുത്ത് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് അവിടേക്ക് പോയിട്ട് അവിടെയുള്ള തകിടും ചരടുമൊക്കെ ശരീരത്തിൽ കെട്ടിവെച്ച് നടക്കുന്ന ആളുകൾ. വാഹനത്തിൽ കണ്ടിട്ടില്ല, ചില ആളുകളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു പച്ച ശീല കൊണ്ട് കെട്ടിയിട്ടുണ്ടാകും. ജാറം മുക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ടാ? അപകടമുണ്ടാകാതിരിക്കാൻ, വാഹനം നിശ്ചിതമായ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ, അതുപോലെ തന്നെ പ്രയാസങ്ങളില്ലാതിരിക്കാൻ. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവന്റെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ടോ? അള്ള നൽകിയ വായു അവൻ ഫ്രീ ആയിട്ട് ശ്വസിക്കുകയാണ്. ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ശ്വസിക്കുന്നത്. ഒരാൾക്ക് പോലും നമ്മൾ ബില്ല് പേ ചെയ്യുന്നില്ല. എന്നാൽ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോ,
മണിക്കൂറുകൾക്ക് വലിയ ഭീമമായ സംഖ്യയാണ് കുടുംബക്കാരുടെ കൈകളിലേക്ക് അവിടുത്തെ അധികാരികൾ കൊടുക്കുന്നത്. അള്ളാഹിനോട് നന്ദി കാണിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അള്ളാഹ് നൽകുന്ന ഭക്ഷണം സുഭിക്ഷിതമായി കഴിക്കുകയാണ്. എന്നിട്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കാതെ നന്ദി കെട്ടവനായി ജീവിക്കുന്ന ഒരു പ്രകൃതം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിൽ അവൻ നിർബന്ധമായും മുറുകെ പിടിക്കേണ്ടതാണ് ഇസ്തിഗ്ഫാറും തൗബയും. അതില്ലാതെ ജീവിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ പാമരനാണെങ്കിലും, സൗന്ദര്യമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, സമ്പത്തുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറും തൗബയും അനിവാര്യമാണ്. കാരണം എന്താ അറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഭാര്യമാർക്കറിയാത്ത, മക്കൾക്കറിയാത്ത, കൂട്ടുകുടുംബങ്ങൾക്കറിയാത്ത, നാട്ടുകാർക്കറിയാത്ത, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല സമാധാനത്തോടു കൂടി ഒരു ജീവിതം കിട്ടാത്ത അത്രയേറെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ടതുണ്ട്, തൗബ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹൃദ്യമായി മാനവകുലത്തെ, മാനവരാശിയെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങൂ. പ്രിയപ്പെട്ടവരെ, എത്ര സമയം വേണമെങ്കിലും പടച്ചവനോട് പ്രാർത്ഥിക്കാം, തൗബ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ നമുക്ക് ഏറ്റുപറയാം. ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലൊരു പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ആ തൗബ നസൂഹത്തോടു കൂടിയായിരിക്കണം, അഥവാ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള തൗബയായിരിക്കണം. തൗബ ഇങ്ങനെ ചെയ്യുക, വീണ്ടും തെറ്റ് ചെയ്യുക, തെറ്റ് ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക. അവരെ കുറിച്ചിട്ടല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ പറയുന്നത്. ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോൾ ആത്മാർത്ഥമായി റബ്ബിങ്കിലേക്ക് ദുഃഖിതനായി കൊണ്ട് മടങ്ങിയ ആളുകൾ, ആ ഒരു പ്രകൃതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന. പാപമോചന പ്രാർത്ഥന, ഒരു ഇസ്തിഗ്ഫാർ കൊണ്ട് വിശ്വാസിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എത്രയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു ഓഫർ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ എത്ര ആവേശം കാണിക്കും, അതിനു വേണ്ടി എത്ര താല്പര്യം നമ്മൾ കാണിക്കും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഒരുപാട് വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് വളരെ വിരലിലെണ്ണാകുന്ന തുച്ഛം ആളുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ ആ പ്രബോധനത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം തന്റെ സമൂഹത്തോട് പറയുകയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറ. അങ്ങനെ ഞാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എന്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ തീർച്ചയായും അവൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്. എന്താണ് അതുകൊണ്ടുള്ള മെച്ചം? പടച്ച റബ്ബ് നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്ന് സമൃദ്ധമായ മഴയെ നിങ്ങൾക്ക് ചൊരിയിപ്പിച്ചു തരും. അവൻ നിങ്ങൾക്ക് ഇറക്കിത്തരും. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൊണ്ടുവന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വളരെ വലിയ നന്മകളാണ് ഈ പറഞ്ഞത്, അല്ലെ? ഒരു ദിവസത്തിൽ നമ്മൾ ഈ കാര്യം പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസത്തിലും എത്ര സൽക്കർമ്മങ്ങളാണ് ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിലേക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആലോചിക്കണം, അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കണം. കാരണം എന്താ?
നമ്മൾ ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാധനയിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. നമസ്കാരത്തിന്റെ വിഷയം, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയം, അതുപോലെ തന്നെ ദീനിയായ മേഖലകളിൽ നമ്മുടെ സജീവത, ഇതൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് രാവിലെയും വൈകുന്നേരവും ഒക്കെ പഠിപ്പിച്ച ഒരുപാട് അദ്കാറുകളുണ്ട്, ദിക്റുകളുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. അത് നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സമാധാനമാണ്, അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശാന്തിയാണ്, നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സുഖമാണ് അതിലൂടെ. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അതിനൊന്നും സമയമില്ല. ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിരക്കിട്ടുകൊണ്ട് മനുഷ്യൻ ഓടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തരുമ്പോൾ ഈ പറഞ്ഞ നന്മകളിലൂടെ അവൻ സഞ്ചരിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങളിൽ സജീവമായി മുന്നോട്ട് നീങ്ങുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദീനിന്റെ വാഗ്ദാക്കളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിൽ അവൻ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടുന്ന മറ്റൊരു വിഷയം എന്നുള്ളത്, അല്ലാഹുവേ, ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ മരണത്തിൻ്റെ രംഗം എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. ഈ ദുനിയാവിൽ നീ ആകേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാണ്. ഏത് നിമിഷവും ഇവിടെ നിന്ന് യാത്ര പോകുന്നവനായി നീ ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരാരും തന്നെ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു രൂപ പോലും കൊണ്ടുപോകുന്നില്ല. ആലോചിക്കണം, നമ്മള് നമസ്കാരം മാറ്റിവെച്ച്, മറ്റുള്ള ഇബാദത്തുകൾ മാറ്റിവെച്ച്, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇബാദത്തുകൾ മാറ്റിവെച്ച് നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു മകനും ഒരു മകളും നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്നില്ല. മകന്റെ ഇബാദത്തുകളിൽ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ നൽകിയ എന്റെ ഉപ്പക്ക് റബ്ബേ, ഈ ഇബാദത്തുകൾ നീ കൊടുക്കണമെന്ന് പറയാൻ ഒരു മക്കളും നാളെ പരലോകത്ത് രംഗത്തേക്ക് വരുന്നില്ല. കൂട്ടിവെച്ച സമ്പത്ത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി കൂട്ടിവെച്ച സമ്പത്തിന്റെ സകാത്ത് നിശ്ചിത ഓഹരിയായി കണക്കാക്കിക്കൊണ്ട് പിതാവേ, മാതാപിതാക്കളെ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നാളെ മക്കൾ പരലോകത്തേക്ക് വരുന്നില്ല. പറഞ്ഞു വന്നത്, മരണമെന്നുള്ള വാസ്തവം നമ്മൾ പിടികൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ നാളെ പരിപൂർണമായി അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന.
ആര് കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, സുഖാനുഭൂതികളുടെ ലോകമായ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്നുള്ളത് മനുഷ്യനെ വഞ്ചിപ്പിക്കുന്ന, മനുഷ്യനെ ചതിക്കുന്ന, മനുഷ്യന്റെ മനസ്സുകളെ വിരട്ടിക്കൊണ്ടുപോകുന്ന ഒരു താൽക്കാലികമായി കൊണ്ടുള്ള കാര്യം മാത്രമാണ്. ഇതാരാ പഠിപ്പിച്ചത്? നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ് ക്ഷണികമാണ്, ഇത് നിസ്സാരമാണ്, ഇത് നിങ്ങളെ വഞ്ചിക്കുന്നതാണ്. എന്നിട്ടും ആ റബ്ബിന്റെ വാഗ്ദാനങ്ങളെ, ആ റബ്ബിന്റെ ഉപദേശങ്ങളെ കേൾക്കാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുനിയാവിന് വേണ്ടി നമ്മൾ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാണ്